അതെ, മമ്മ ഇത്രയും നാളും അവൾക്ക് യാതൊരു കുറവും കൂടാതെയാ അവളെ വളർത്തിയത്. ഞാൻ മാത്രമല്ല, അച്ഛയും ഇനിയും അങ്ങനെ തന്നെ അവളെ സ്നേഹിക്കുകയും ചെയ്യും. എൻ്റെ പൊന്നുമോള അവള്. അവളാണ് എന്നെ ആദ്യം അമ്മ എന്ന് വിളിച്ചത്. അവൾ ഇതൊന്നും ഒരിക്കലും അറിയരുത്. ഇന്ന് വരെ രണ്ടാളോടും വേർതിരിവ് കാണിച്ചിട്ടില്ല. അവൾക്ക് യാതൊരു സംശയവും തോന്നുകയും അരുത്. മമ്മ, അപ്പോൾ നച്ചു ചിത്രഗുപ്തന് ഗായത്രിയിൽ ജനിച്ച മകളാണോ? ഇതെല്ലാം നിനക്ക് എങ്ങനെ അറിയാം? മുതിർന്നവർക്ക് മാത്രം അറിയാവുന്ന ഈ രഹസ്യങ്ങൾ ഗുപ്തൻ കണ്ടിട്ടുകൂടെയില്ലാത്ത ആളുടെ പേര് ഞാൻ അറിയുന്നത് സേതുവേട്ടൻ പറഞ്ഞാണ്. പക്ഷേ നീ എങ്ങനെ അറിഞ്ഞു മോളെ? അവർ ആശ്ചര്യത്തോടെ ചോദിച്ചു. പാർവതി അപ്പച്ചി. ആ മറുപടി അവർ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. നീ എങ്ങനെ പാർവതിയെ? മോളെ, ഈ പേരുകളൊന്നും ഒരിക്കലും സേതുവിൻ്റെ കാതിൽ കേൾക്കരുത്. എന്തുകൊണ്ടും അമ്മ? സ്നേഹിച്ച ആളുടെ കൂടെ ജീവിക്കുന്നത് തെറ്റാണോ? അപ്പച്ചി എന്ത് തെറ്റാ ചെയ്തത്? മമ്മ, ഞാനിപ്പോൾ മുംബൈയിൽ വർക്ക് ചെയ്യുന്നത് അപ്പച്ചിയുടെ കമ്പനിയിലാണ്. താമസം അപ്പച്ചിയുടെ കൂടെയും. എൻ്റെ ഭഗവാനെ, ഇതെങ്ങാനും സേതുവേട്ടൻ അറിഞ്ഞാൽ എനിക്ക് ചിന്തിക്കാനേ വയ്യ. മമ്മ, ചുമ്മാ ഓരോന്നിനും ടെൻഷൻ ആവേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഗുപ്തൻ ചെറിയച്ഛനെ ആയിരുന്നല്ലോ ഗായത്രിക്കിഷ്ടം. അച്ചയുടെ ചെറിയൊരു തെറ്റിദ്ധാരണ അതാണ് കാരണം. പക്ഷെ നെച്ചു, അവൾ എങ്ങനെ ചെറിയച്ഛൻ്റെ മകളായെന്ന് മനസ്സിലാവുന്നില്ല. അവൾ സംശയത്തോടെ മമ്മയെ നോക്കി. ഗുപ്തൻ മരിക്കുമ്പോൾ ഗായത്രിക്ക് 1 മാസമായിരുന്നു. അവൾ ഈ വിശേഷം അറിയിക്കാൻ ഗുപ്തനെ കാണുവാൻ ചെന്ന സമയം ഗുപ്തൻ ഗായത്രിയുടെ വാക്കുകൾ ഒന്നുപോലും കേൾക്കാൻ കൂട്ടാക്കിയില്ല. ആ കുട്ടി ആദ്യം പോയി. പിന്നാലെ നെച്ചുവിനെ സേതുവേട്ടൻ്റെ മകളായി വളർത്തുവാൻ ആവശ്യപ്പെട്ട് ഗായത്രി സ്വയം ജീവൻ ത്യജിച്ചു. പക്ഷെ അവളുടെ മൃതദേഹം നാളിത്രയായിട്ടും കണ്ടുകിട്ടിയിട്ടില്ല. അപ്പം അമ്മയ്ക്കിതെല്ലാം അറിയാമായിരുന്നോ? എന്നിട്ടെന്തേ ആരോടും പറഞ്ഞില്ല? എന്നോടെങ്കിലും ഒരു വാക്ക്. അച്ചയ്ക്കിപ്പോൾ എൻ്റെ മനസ്സിലുള്ള സ്ഥാനം ഒത്തിരി ഉയരെയാമമ്മ. സ്നേഹിച്ച പെണ്ണിൻ്റെ മകൾ, അതും സ്വന്തം അനുജനിൽ പിറന്നവളെ നാളിതുവരെ പൊന്നുപോലെ വളർത്തിയില്ലേ? പക്ഷേ ഗുപ്തൻ്റെ മരണത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികതകൾ ഉണ്ടിച്ചു. ഗായത്രി വിശ്വസിച്ചിരുന്നത് സേതുവേട്ടനാണ് ഗായത്രിയെ സ്വന്തമാക്കുവാൻ വേണ്ടി ഗുപ്തനെ കൊന്നതെന്നാണ്. പക്ഷേ അച്ഛ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കുറപ്പുണ്ട്. ഇതിൻ്റെ പിന്നിലെന്തോ ചതിയുണ്ട്. അത് കണ്ടെത്തണം. മോള് വാ, നച്ചുവിൻ്റെ അടുത്ത് പോകാം. അവൾ ചെയ്തത് തെറ്റാണ്. അച്ഛയെ ചതിച്ചതുപോലെ ആയില്ലേ? കുറച്ച് കഴിഞ്ഞ് തണുത്തോളും അല്ലേ? പിന്നെ അച്ഛയുടെ മോളല്ലേ നെച്ചു. അച്ഛയ്ക്ക് ക്ഷമിക്കാതിരിക്കാനാകുമോ? അപ്പോൾ പാർവതി, അവളോട് സേതുവേട്ടൻ നാളിതുവരെ ക്ഷമിച്ചോ? കിച്ചു, ഒരു കാര്യം, ഗായത്രിയോട് അച്ഛക്ക് തീർത്താൽ തീരാത്ത പകയാണ്. കാരണം ഗുപ്തൻ മരിക്കുവാൻ പോലും ഗായത്രിയുമായുള്ള പ്രണയം കൊണ്ടാണെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് സേതുവേട്ടൻ. അതെല്ലാം കൊണ്ടാണ് ആ മനുഷ്യന് പ്രണയത്തോട് ഇത്രയും വിരക്തി. അതുകൊണ്ട് തന്നെയാണ് പാർവതിയോടും ഇത്രയധികം ദേഷ്യം, പ്രണയത്തോട് ഇത്രയും വിരക്തി. ഒരിക്കലും അല്ല മമ്മ. ഗായത്രിയോടുള്ള അതിയായ പ്രണയം കൊണ്ട് പിറ്റേന്ന് മനവിടാൻ തീരുമാനിച്ചിരുന്ന ആളായിരുന്നു ചെറിയച്ഛൻ. ഈ പാർവതി അപ്പച്ചിക്ക് മാത്രം അറിയാവുന്ന കാര്യമാണ്. മമ്മക്കൊരു കാര്യം അറിയുമോ? ഇവർ തമ്മിലുള്ള വഴക്കുകൾ മാറിയാൽ തന്നെ ഈ പ്രോബ്ലം എല്ലാം സില്ലിയായിട്ട് നമുക്ക് സോൾവ് ചെയ്യാമായിരുന്നു. ഗായത്രിയോടുള്ള അച്ഛയുടെ പ്രണയം അറിഞ്ഞുകൊണ്ട് ചെറിയച്ഛൻ പ്രണയത്തിൽ നിന്ന് പിന്മാറിയ ഉൾവേദനയിൽ സ്വയം വിഷം കഴിച്ചതാണെന്നാവും അച്ഛയുടെ വിശ്വാസം. എന്നാൽ അത് തെറ്റായ വിശ്വാസമാണ് മമ്മ. ചെറിയച്ഛൻ ഒരിക്കലും ഗായത്രിയെ പിരിയുവാൻ തയ്യാറായിരുന്നില്ല. അവളെ തനിച്ചാക്കി ചെറിയച്ഛൻ ഇഹലോകം വെടിയുകയുമില്ല. ഇതിൻ്റെ പിന്നിൽ ആരുടെയോ കൈകൾ ഉണ്ടെന്നുള്ളത് സത്യം. എനിക്കാകെ പേടിയാവുന്നു കിച്ചു. ഇനി ഉണ്ടാവാൻ പോകുന്ന ഭൂകമ്പം ഓർത്തിട്ട്. ഗായത്രി ഇത്രയും നാൾ അടങ്ങിയിരുന്നതും ഈ ദിവസത്തിന് വേണ്ടിയായിരുന്നു. അവളുടെ മകളെ മറ്റൊരാളെ ഏൽപ്പിക്കുക. ഇനി എന്ത്? മമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഗായത്രി എന്ത് ചെയ്യുമെന്നാ? ഇതിൻ്റെയെല്ലാം മറുപടി ഞാൻ പറഞ്ഞു തരാം ഉണ്ണിമോൾക്ക്. ദേവിക തൽക്കാലം സേതുവിനെ തണുപ്പിക്കാൻ നോക്കുക. പിന്നിൽ നിന്നും അച്ചമ്മയുടെ ശബ്ദമുയർന്നു. ദേവിക അവരെ ദയനീയമായി നോക്കിക്കൊണ്ട് നടന്നു നീങ്ങി. ഉണ്ണിമോൾ വടക്കിനിയിലേക്ക് നടക്കൂ, വരൂ, അച്ചമ്മ കുറച്ച് ഗാംഭീര്യത്തിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. പിന്നാലെ എന്താണെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ കിച്ചുവും. വടക്കിനിയിലെ മരത്തടിയിൽ തീർത്ത അരമതിലിലേക്ക് ഇരുന്നുകൊണ്ട് അച്ചമ്മ അവളോട് അരികിലേക്ക് ഇരിക്കുവാനായി പറഞ്ഞു. ഉണ്ണിമോളെ, ഇനി ഈ മനയിൽ എന്ത് നടക്കുമെന്നുള്ള ആദിയിലായിരുന്നു ഞാനും നിൻ്റെ അമ്മയും വല്യമ്മമാരും. എന്നാൽ മേപ്പാടൻ സിദ്ധന വലിയവൻ. അച്ചമ്മയ്ക്ക് ഇപ്പോഴാണ് മനസ്സിനൊരു സമാധാനമായത്. അച്ചുവേ, ഇതെന്തൊക്കെയാ ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറയ്. ഗായത്രി ഇന്നത്തേക്ക് വേണ്ടിയാണ് കാലം ഇത്രയും ക്ഷമയോടെ കാത്തിരുന്നത് മുഴുവൻ. നെച്ചു ഗുപ്തൻ്റെ മകളാണെന്ന് മേപ്പാടൻ പറഞ്ഞാണ് ഞാനും അറിയുന്നത്. ഈ രഹസ്യം മറ്റാർക്കും അറിയില്ല കേട്ടോ. കുട്ടി ആരോടും പറയാൻ വേണ്ട. എന്നോട് ദേവിക പറഞ്ഞു കാണുമല്ലോ.
അവളുടെ മകളെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിക്കുന്നതുവരെ അവൾ സേതുവിന് ആയുസ് കൊടുത്തിരുന്നുള്ളൂ. ഈമന ഒരു സങ്കടക്കടലാക്കിയിട്ടേ അവളടങ്ങൂ. നാളെയൊക്കെ അവൾ പലതും കണക്ക് കൂട്ടിയിരുന്നു. പക്ഷെ മേപ്പാടൻ അതിനെല്ലാം തടയിട്ടുകൊണ്ട് അവളുടെ ദുർമന്ത്രക്രിയകളെല്ലാം തടഞ്ഞു വെച്ചു. അവളുടെ ആത്മാവ് ഇപ്പോഴും മട്ടുപ്പാവിലെ എൻ്റെ കുട്ടിയുടെ മുറിയിൽ ഉറച്ചു നിൽക്കുവാണ്. അവളിനി പുറത്തേക്കിറങ്ങും അവളുടെ ആഗ്രഹ സാഫല്യത്തിനായി. നിങ്ങൾ എവിടെ പോയാലും നിങ്ങളെ പിന്തുടർന്നു കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി തന്നെ മേപ്പാടൻ്റെ അനുയായികൾ വന്ന് മനയുടെ 8 ദിക്കിലും ജപിച്ച തകിട് മൂടിയിരിക്കുന്നു. ഇനി അവൾക്ക് ഈ മനയ്ക്ക് പുറത്തേക്ക് കടക്കണമെങ്കിൽ അഷ്ടദിക്പാലകരെ എതിർക്കണം. അതിന് അവൾ ഇനിയും വളർന്നിട്ടില്ല. അതുകൊണ്ട് നെച്ചു ഇവിടെ നിന്ന് പടിയിറങ്ങുന്നതിൻ്റെ ഒപ്പം സേതുവും മോളും മനയിൽ നിന്നും ഇറങ്ങിയിരിക്കണം. അച്ചമ്മ പറഞ്ഞു നിർത്തുമ്പോൾ നന്നേ കിതച്ചിരുന്നു. അപ്പോൾ അച്ചമ്മ പറഞ്ഞു വരുന്നത് ഞങ്ങളിനി മനയിലേക്ക് തിരിച്ചു വരാൻ പാടില്ല എന്നാണോ? അച്ഛ അത് കേൾക്കുമെന്ന് തോന്നുന്നുണ്ടോ? അല്ല, ഈ ഗുപ്തൻ്റെ കാര്യം അമ്മ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ. സമ്മതിച്ചേ പറ്റൂ. ഞാൻ പറയും അതേ വഴിയുള്ളൂ. എൻ്റെ കുട്ടികളെ ഓരോരോ ഘട്ടത്തിലും പിരിയാനാവും എൻ്റെ വിധി. അച്ചമ്മ കണ്ണുകൾ തുടച്ചു. അവരുടെ സങ്കടം കണ്ടപ്പോൾ കിച്ചുവിനും നെഞ്ചിൽ കല്ലെടുത്ത് വെച്ച വേദന തോന്നി. കുറച്ചുവട്ടം ആലോചിച്ച് നിന്നുകൊണ്ട് അവൾ അവരെ കെട്ടിപ്പിടിച്ചു. എന്തിനാ ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ കണ്ണ് നിറയുന്നത്? അച്ഛൻ്റെ ഒരു മകൻ പോയി, അതിന് തിരിച്ചു കിട്ടില്ല. ബാക്കി എല്ലാവരും ഇല്ലേ? അവൾ ഇടം കണ്ണിട്ടുകൊണ്ട് അവരെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ മോള് പാറു നാളെ എത്രയായെന്നറിയുമോ? എൻ്റെ കുട്ടിയെ ഒന്ന് കണ്ടിട്ട്. ഇപ്പോൾ എവിടെയാണാവോ? ആ ശബ്ദം പോലും ഞാൻ മറന്നു പോയിരിക്കുന്നു. എവിടെ ആയിരുന്നാലും സന്തോഷമായി ജീവിച്ചാൽ മതി. അവർ നെടുവേർപ്പിട്ടു. പിന്നെയും കിച്ചുവിന് പിടിച്ചു നിൽക്കുവാൻ കഴിഞ്ഞില്ല. അച്ചു, ഞാനൊരു കാര്യം പറയാം. പക്ഷെ അത് അച്ചു കരഞ്ഞ് ചളവാക്കി ആരെയും അറിയിക്കരുത്. പ്രത്യേകിച്ച് അച്ഛയെ. സമ്മതിച്ചോ? എന്നോട് ഗുപ്തൻ ചെറിയച്ഛൻ്റെ കാര്യം പറഞ്ഞത് മറ്റൊരാളാണ്. നിങ്ങൾക്കൊക്കെ ഏറെ പ്രിയപ്പെട്ട ഒരാൾ. അവൾ അച്ചുവിന് നേരെ ഉറപ്പിനായി കൈനീട്ടി. കിച്ചുവിനെ അന്വേഷിച്ച് മനയുടെ റൂമുകൾ ഓരോന്ന് കയറി ഇറങ്ങുകയാണ് ജെന്നി. ഓ ജീസസ്, ഈ മെനകെട്ടവൾ ഇതെവിടെ പോയി നിൽക്കുവാണ്? എത്രയും പെട്ടെന്ന് ദേവിനെയും നെച്ചുവിനെയും ഇവിടെ നിന്ന് ഇറക്കുവാൻ പറയുവാൻ നോക്കി നടന്നിട്ട് ഇവളേത് ഗുദാമിലാവോ? ഇവിടെയാണേൽ ഹോട്ടൽ പിന്നിൽ പോവും, അത്രയുണ്ട് റൂമുകൾ. അവൾ സ്വയം പറഞ്ഞുകൊണ്ട് ഗോവണി കയറുവാൻ തുടങ്ങവേ അവളുടെ കൈകളിൽ മറ്റൊരു പിടി വീണു. അവളെ പിന്നിലേക്ക് വലിച്ചുകൊണ്ട് ഗോവണിക്കരികിലുള്ള റൂമിൻ്റെ ഡോറിലേക്ക് ചേർത്ത് നിർത്തി മുഖത്തൊരു കള്ളച്ചിരിയുമായി നിൽക്കുവാണ് ഷാരോൺ. ഓ മൈ ജീസസ്, സർ ആയിരുന്നോ? എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി കേട്ടോ. അവൾ ഇടതുകൈ നെഞ്ചിൽ ചേർത്തുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് ഷാരോൺ അവളുടെ കയ്യിൽ പിടുത്തമിട്ടിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. സർ, എൻ്റെ കൈ, പ്ലീസ് ലീവ് മൈ ഹാൻഡ്സ്. ഓ, അപ്പോൾ ഇയാൾക്ക് എന്നെ പരിചയമൊക്കെ ഉണ്ട്. എന്നിട്ടാണോ ഇന്നലെ മുതൽ എന്നെ കണ്ടിട്ടൊന്നും മൈൻഡ് പോലും ചെയ്യാതെ നടക്കുന്നേ? അറ്റ്ലീസ്റ്റ് ഒരു ബോസിനോടുള്ള റെസ്പെക്റ്റ് പോലും ഇല്ലല്ലോ. ഓ ഹലോ, ബോസൊക്കെ അങ്ങ് ഓഫീസിൽ. ഇത് നിങ്ങളുടെ മെട്രോപൊളിറ്റൻ സിറ്റിയൊന്നുമല്ല, ഒരു വില്ലേജാണ്. സോ ഇവിടെ ബോസ് സബോർഡിനേറ്റ് റിലേഷനൊന്നുമില്ല. ആൻഡ് ഓൾസോ ഐ തിങ്ക് ഞങ്ങളൊക്കെ കൂടെയില്ലേൽ സമാധാനമാണെന്ന് പറയുന്ന ആളുകളെ കൂടുതൽ ശല്യപ്പെടുത്താൻ വരേണ്ടെന്ന് വെച്ചു. ഓഹോ, അങ്ങനെയാണോ മാഡം? എന്നൊക്കെ ഞാൻ അമ്മ പറഞ്ഞിട്ട് എനിക്ക് പറ്റിയൊരു പെൺകുട്ടിയെ അന്വേഷിച്ച് നടപ്പാണ്. ദേവിൻ്റെ വിവാഹം കഴിഞ്ഞാൽ തൊട്ടടുത്ത് എൻ്റെ മാരേജ് കാണും. സോ സാരമില്ല. ഇവിടെ ഒത്തിരി പെൺകുട്ടികൾ വന്നിട്ടുണ്ട്. ആരേലും സെറ്റാകുമോ എന്ന് നോക്കട്ടെ. അവളുടെ കയ്യിൽ നിന്നും കൈ വിടുവിച്ചുകൊണ്ട് അവൻ പറഞ്ഞ് അവളിൽ നിന്നും 2 സ്റ്റെപ്പ് പിന്നിലേക്ക് നീങ്ങി. പെട്ടെന്നാണ് അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൻ്റെ 2 സൈഡിലും പിടിവീണത്. അവൻ്റെ കോളറിൽ പിടിച്ചവനെ അവളിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് അവൻ്റെ 2 കണ്ണുകളിലും അവൾ അങ്ങനെ നോക്കി നിന്നു. ഐ വിൽ കിൽ യു, ഷുവർ. ഇയാളുടെ ലൈഫിലേക്ക് മറ്റാരെ കൂട്ടിയാലും ഞാൻ ഇയാളെ കൊല്ലും. എന്നോട് തിരിച്ചിഷ്ടമുണ്ടോ എന്നറിയാതെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പേടിയായിരുന്നു. ഇനി ഈ പിടി ജെന്നി വിടില്ല. അവളവൻ്റെ കണ്ണുകളിൽ മെല്ലെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഷാരോണാകെ വണ്ടറടിച്ചുള്ള നിൽപ്പാണ്. അവളിൽ നിന്നും ഇങ്ങനെയൊരു പെരുമാറ്റം അവൻ പ്രതീക്ഷിച്ചതേയില്ല. ഹലോ, സ്വപ്നം കാണുകയാണോ സർ? നമുക്ക് പോവാം. അവൻ്റെ കോളറിൽ നിന്നും കൈ അയച്ചുകൊണ്ടവൾ അവൻ്റെ കണ്ണിന് മുന്നിൽ കൈവീശി. യെസ്, പോവാം. അപ്പോൾ ഞാൻ അമ്മയോട് പറയട്ടെ, ഇനി എനിക്ക് പെണ്ണ് നോക്കി കഷ്ടപ്പെടണ്ട. ഈ മരം കയറിയേ മതി അമ്മയുടെ ഷാരുവിനെന്ന്. അവൻ അവളെ ഇടം കണ്ണാലെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഓ, ഇഷ്ടാണേ മതി. ഒരു ഐ ലവ് യു പോലും പറയാതെ എന്തിഷ്ടം? അവൾ അവനെ നോക്കി ചുണ്ടുപിളർത്തി. അവൻ തെല്ലൊന്നും ആലോചിക്കുക പോലും ചെയ്യാതെ അവളെ മലർത്തിപ്പിടിച്ച ചുണ്ടുകളിലേക്ക് അവൻ്റെ പല്ലുകളായത്തി അമർത്തി കടിച്ചുകൊണ്ട് അവൻ പിന്നിലേക്ക് മാറി. വിൽ യു ബി മൈൻ ഫോർ എവർ? ആദ്യത്തെ ഞെട്ടൽ മാറാതെ ഷാരോണിൽ നിന്നും ഇങ്ങനെയൊരു ചേഞ്ച് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്ന ജെന്നി ഒന്ന് പകച്ചെങ്കിലും പിന്നീട് ഷാരുവിനെ ഇറുക്കി അങ്ങ് കെട്ടിപ്പിടിച്ചു. യെസ്, ഐ വിൽ.
എത്ര നാൾ ഞാൻ കാത്തിരുന്നെന്നോ ഇങ്ങനെയൊന്ന് എന്നെ ഹഗ് ചെയ്യുന്നത് സ്വപ്നം കണ്ട്. ഐ ലവ് യു മോർ. എന്നെ കള്ളക്കണ്ണാലെ നോക്കുന്നതും കുറുമ്പ് കാട്ടുന്നതും എല്ലാം അറിയുന്നുണ്ട് ഞാൻ. ഇതെവിടെ വരെ പോവുമെന്ന് വെയിറ്റ് ചെയ്തെന്നേ ഉള്ളൂ. ഷാരോൺ പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. അറിയാതെയാണെങ്കിലും അവരുടെ മിഴികൾ ഒന്നായി നിറഞ്ഞു. മുകളിൽ അച്ചുവിനൊപ്പം നിൽക്കുന്ന കിച്ചുവിൻ്റെ കൈകളിലേക്ക് അച്ചു കൈകൾ ചേർത്തു. ഉറപ്പ് പറയിച്ചു, ഞങ്ങൾ ആരുമില്ലാതെ നിന്നോട് ആരാണ് എൻ്റെ ഗുപ്തനെക്കുറിച്ച് പറഞ്ഞത്? സേതു ഒരിക്കലും അത് പറയില്ല. കാരണം ആ ഓർമ്മകൾ ഒരിക്കലും അവൻ ചെയ്യാൻ ആഗ്രഹിക്കില്ല. പിന്നെ ആരാ? ശിവ? അവൻ പറയുകയുമില്ല. പാർവതി മനയിലെ 4 ആങ്ങളമാരുടെയും ഏക പെങ്ങളുട്ടി, അച്ചമ്മയുടെ പ്രിയപ്പെട്ട മകൾ. ഫിലിപ്പിൻ്റെ കൂടെ എന്നേക്കുമായി മനയുടെ അച്ചമ്മ സഹായിച്ചു പടിയിറങ്ങിയ പാർവതി, എൻ്റെ അപ്പച്ചി. അവരാണ് മനയിലെ പാതി വിവരങ്ങളും എനിക്ക് പറഞ്ഞു തന്നത്. അവൾ അത്രയും പറഞ്ഞു നിർത്തുമ്പോൾ അച്ചമ്മയുടെ കണ്ണുകൾ കണ്ണുനീരാൽ കുതിർന്നിരുന്നു. അവരുടെ തൊണ്ടക്കുഴിയിൽ ശബ്ദം പതറിയിരുന്നു. എൻ്റെ കുട്ടി പാറു, അവളെ ഉണ്ണിമോൾ കണ്ടുവോ? എവിടെ എൻ്റെ കുട്ടി? അവർ വെപ്രാളത്തോടെ കിച്ചുവിൻ്റെ അരികിലേക്ക് ഒന്നുകൂടെ ചേർന്നു. സേതു അറിഞ്ഞാൽ കൊലപാതകം നടക്കുക തന്നെ ചെയ്യും. എന്നാലും വേണ്ടിയില്ല. കണ്ണടയും മുന്നേ എൻ്റെ കുട്ടി എനിക്ക് ഒരു നോക്ക് കാണണം, കണ്ണ് നിറയെ കാണണം. കിച്ചുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അച്ചമ്മ പറഞ്ഞു. അച്ചു, അയ്യേ, ഇങ്ങനെ കരയാതെ. അപ്പച്ചിയെ ഞാൻ കാണിച്ചു തരും. അച്ചുവിനറിയുമോ, ഉണ്ണിമോൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പച്ചിയുടെ മകൻ്റെ ഓഫീസിലാണ്. അതായത് അച്ചമ്മയുടെ പേരക്കുട്ടിയുടെ ഓഫീസിൽ. എന്താ ഉണ്ണിമോൾ പറയുന്നേ? സത്യമാണോ? അച്ചമ്മയ്ക്കൊന്ന് കാണണം എൻ്റെ പേരക്കുട്ടിയെ. ഒന്ന് കാണാൻ കൊതിയാവുക. ഓ, അതിന് കൊതിക്കേണ്ട, രണ്ടും കൺമുന്നിലുണ്ടല്ലോ. അവൾ പിറുപിറുത്തു. അച്ചുവിനോട് ഞാനൊരു കാര്യം പറയാം. അച്ചു അധികം എക്സൈറ്റഡ് ആവരുത്. ഞാൻ പറയുന്ന കാര്യം അച്ഛ അറിയുകയും ചെയ്യരുത്. ഇല്ല, നീ എന്നെ ആദ്യ പിടിപ്പിക്കാതെ കാര്യം പറയൂ കുട്ടിയെ. അത് നെച്ചുവിൻ്റെ നമദേവിൻ്റെ ഏറ്റവും അടുത്ത 2 ഫ്രണ്ട്സ് വന്നിട്ടില്ലേ? അവരാണ് അച്ചുവിൻ്റെ ആ 2 പേരമക്കൾ. പാർവതി അപ്പച്ചിയുടെ മക്കൾ. ഏട്ടൻ ഷാരോൺ ഫിലിപ്പ് തേവക്കൽ, അനുജൻ ആരോൺ ഫിലിപ്പ് തേവക്കൽ. എൻ്റെ തേവരെ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ആ കുട്ടികളെ കണ്ടപ്പോൾ മുതൽ എൻ്റെ നെഞ്ച് വിങ്ങുമായിരുന്നു. എന്തോ മുജ്ജന്മ ബന്ധം പോലെ. എനിക്കിപ്പോൾ കാണണം എൻ്റെ കുട്ടികളെ. അവർ വാശി പിടിച്ചു. ചതിക്കരുത്, ഞാൻ അവരെ മേലേക്ക് വിളിക്കാം. നിങ്ങൾ അച്ചമ്മയും മക്കളും സംസാരിക്കുക. അത്രയും പറഞ്ഞ് കിച്ചു താഴേക്കിറങ്ങി. സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ ചേർന്ന് നിൽക്കുന്ന ഷാരോണിനെയും ജെന്നിയെയും സംശയത്തോടെ കിച്ചു ഒന്ന് നോക്കി. പിന്നീടൊന്ന് ചിരിച്ചിട്ട് ഷാരോണിനെ മുകളിലേക്ക് പറഞ്ഞു വിട്ടു, കൂടെ ആരോണിനെയും. അമ്മമ്മയും മക്കളും പരിഭവങ്ങൾ പങ്കുവെക്കുന്നത് കണ്ടപ്പോൾ കിച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഷാരോൺ പാർവതിയെ വീഡിയോ കോൾ ചെയ്ത് അമ്മയ്ക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പാർവതി സ്വന്തം അമ്മയെ വർഷങ്ങൾക്ക് ശേഷം കാണുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. ആ അമ്മയും മക്കളും വർഷങ്ങളായുള്ള പരിഭവങ്ങളും സങ്കടങ്ങളും പറഞ്ഞു തീർത്തുകൊണ്ട് കരഞ്ഞൊഴിഞ്ഞു. അമ്മമ്മ എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഞങ്ങളുടെ അമ്മയെ ദാ ഇവിടെ ഈ മനയിൽ കൊണ്ടുവന്ന് കാണിച്ചു തരും അമ്മമ്മയ്ക്ക്. കാണിച്ചു തരട്ടെ ഞാൻ. ആരോണിൻ്റെ ആ ചോദ്യത്തിൽ അവർക്ക് ഗുപ്തനെയാണ് ഓർമ്മ വന്നത്. ഗുപ്തൻ്റെ അതേ കുസൃതിയും കുറമ്പുമൊക്കെയുള്ള അതേ മുഖമാണ് ആരുവിന്. പക്ഷേ ഈ കണ്ണുകൾ, ഇതിനെന്തോ വല്ലാത്ത ആകർഷണമാണ് കേട്ടോ. ആരാധികമാർ ഒത്തിരി ഉണ്ടല്ലോ അല്ലേ ഈ കണ്ണുകൾക്ക്? അച്ചമ്മയുടെ ആ ചോദ്യത്തിൽ ആര് ഞെട്ടിക്കൊണ്ട് നോക്കിയത് പിന്നിൽ നിൽക്കുന്ന കിച്ചുവിനെയാണ്. ആ ഉണ്ടമ്മമ്മ, പക്ഷേ എൻ്റെ ഈ കണ്ണുകൾ ആരാധിക്കുന്ന ഒരു ദേവിയുണ്ട്. അറിഞ്ഞോ അറിയാതെയോ അവളെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചു. അതിന് പകരമായി അവളിപ്പോൾ എനിക്ക് അതിനുള്ള റിവെഞ്ചാണ്. പാവം ഞാൻ നെഞ്ചൊക്കെ വേദനിച്ച് നടക്കുവാണ്. ആരു നെഞ്ചു തടവിക്കൊണ്ട് തിരിഞ്ഞ് കിച്ചുവിനെ നോക്കി. അവൾ ചുവരിലെ ഉറുമ്പുകളെ എണ്ണിത്തിട്ടപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ ആരാണാവോ ആ അപ്സരസ്? എൻ്റെ മോൻ ഇത്രയും വേദനിപ്പിക്കാൻ ധൈര്യമുള്ളവൾ? ഇളവള്ളി മഠത്തിലെ ഇളയ കുട്ടിയാണെന്ന് നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് പറയുകണ്ണ. ഓ, അതിനോട് ഞാൻ പറയേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. ഇനിയും പറഞ്ഞത് അവൾക്ക് മനസ്സിലായില്ലെങ്കിൽ തൂക്കിയെടുത്തങ്ങ് കൊണ്ടുപോകും ഈ ആരോൺ, അവൻ മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു. നോക്കിയിരുന്നാൽ മതി. ഇത്രയും നാൾ എന്നെ എത്ര വേദനിപ്പിച്ചതാ. അങ്ങനെ നീറി നടക്കട്ടെ. നോക്കില്ല ഞാൻ. നല്ല മൊഞ്ചൻ ചെക്കന്മാരെ കിട്ടിയാൽ ഞാനങ്ങ് കേട്ടു. അവൾ പിറുപിറുത്തു.